മക്കളെ, സോ നമ്മളുടെ 7ാം ക്ലാസ്സിന്റെ ബേസിക് സയൻസ് എക്സാം വരാൻ വേണ്ടി പോകല്ലേ. അപ്പോൾ ഹ്യൂമൻ ബോഡിയുടെ 2 ചാപ്റ്ററിൽ നിന്നും സേഫ് ഫുഡ് ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ എന്തായാലും എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള 3 കാര്യങ്ങളാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ. സോ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ മിസ്സിന് വേണ്ടി ഈ ഒരു ഇമോജി ഇട്ടേരും. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഹ്യൂമൻ ബോഡി ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ ചാപ്റ്റർ അഥവാ ദഹനവും ശ്വസനവും ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ടീത്ത് എന്ന ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും കേട്ടോ. ഓക്കെ, അപ്പോൾ ടീത്ത് അഥവാ നമ്മുടെ പല്ലുകൾ എന്ന ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. സോ അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മളെ പാൽപ്പല്ല് അഥവാ മിൽക്ക് ടീത്ത്. ഓക്കെ, മിൽക്ക് ടീത്തും അതേപോലെ പെർമനന്റ് ടീത്തും. ഓക്കെ, നമ്മുടെ സ്ഥിരദന്തങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്കറിയാം മിൽക്ക് ടീത്ത് എന്ന് പറഞ്ഞാൽ മേലെ 10 താഴെ 10 ടോട്ടൽ 20 നമുക്ക് എന്തുണ്ടാവുക, നമുക്ക് പല്ലുകൾ ഉണ്ടാവുക. അതേപോലെ നമ്മളുടെ പെർമനന്റ് ടീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 32 പല്ലാണ് നമുക്ക് ടോട്ടൽ ഉണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെക്കുക. 6 മാസം ആകുമ്പോഴാണ് ഇത് വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാകും, അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ടൈപ്പ് ഓഫ് ടീത്തുകളുടെ ടൈപ്പ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളോട് ചോദിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടേബിളോ എന്തെങ്കിലുമൊക്കെ ആക്കി നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ ടൈപ്പ്, നമ്മുടെ ടീത്തിന് ടൈപ്പ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, നമ്പർ എണ്ണം ഇവിടെ ഉണ്ടാവും ആൻഡ് അതിൻ്റെ ധർമ്മം അഥവാ ഫങ്ഷൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ, റെഡി. എന്നിട്ട് നമ്മളിത് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഈ ഒരു രീതിക്കാണ് നിങ്ങളോട് മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത്. സോ അതിനകത്ത് ഫസ്റ്റ് നമ്മളുടെ ഇൻസിസർ അഥവാ ഉളിപ്പല്ല് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എത്രയാണ്, 8 പല്ലുകളാണ് നമുക്കുള്ളത്. അതെന്തിനാണ്, ബൈറ്റ് ആൻഡ് കട്ട് അല്ലേ, ബൈറ്റ് ആൻഡ് കട്ട് അഥവാ കടിച്ച് മുറിക്കാനാണെന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത്തതാണ് നമ്മളുടെ എന്താ പറയുക, കെനൈൻസ് അഥവാ കോമ്പല്ല്. ഓക്കെ, അത് നമുക്കറിയാം ടോട്ടൽ 4 എണ്ണമാണ്, മേലെ 2 താഴെ 2. എന്തിനാണ്, കടിച്ച് കീറാൻ അല്ലേ, ടയർ ഓഫ് ചെയ്യാനാണ്. ഇനി അടുത്ത നമ്മളുടെ പ്രീ മോളാർ അഥവാ അഗ്രചർവണകം അല്ലേ, അത് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയാ, 8 എണ്ണമാണ്, ചവച്ചരയ്ക്കാനാണ്. ആൻഡ് ലാസ്റ്റത്തെ നമ്മളുടെ മോളാർ അഥവാ ചർവണകം എത്രയാണ്, 12 എണ്ണമാണ്. ഓക്കെ, റെഡി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇനി ഇതല്ലാത്ത ഒരു ഓർ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ ടൂത്ത് ഡീക്ക് അഥവാ നമ്മളുടെ ദന്തക്ഷയം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിനകത്ത് നിങ്ങൾ ഓർത്ത് വെക്കുക, ബാക്ടീരിയകൾ നമ്മളുടെ പല്ലിൽ പറ്റി പിടിച്ച് കിടക്കുന്ന അവശിഷ്ടങ്ങളെ കഴിച്ചിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്, ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ആ ലാക്റ്റിക് ആസിഡ് നമ്മുടെ പല്ലിൻ്റെ ഇനാമലിൻ്റെ മേലെ തട്ടുമ്പോഴാണ് നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ ദ്രവിച്ചു പോകുന്നത് അഥവാ ഡിസ്ട്രോയ് ആയി പോകുന്നത്. അതോടുകൂടി നമ്മുടെ പല്ല് എന്താവുന്നു, കേടുവരുന്നു. ഓക്കെ, സോ ടീത്തിൻ്റെ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് എന്തായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഓക്കെ, റെഡി, യെസ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഷുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തെ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല മക്കളെ, നമ്മളെ ശ്വസനത്തിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഓക്കെ, ശ്വസനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ ആണ്. ഓക്കെ, ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ, അതായത് നമ്മളുടെ ഉച്ഛ്വാസവും നിശ്വാസവും. ഓക്കെ, ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മൾ ഇൻസ്പിരേഷൻ എക്സ്പിരേഷൻ അഥവാ ഉച്ഛ്വാസവും നിശ്വാസവും നടക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, നാളത്തെ രാവിലത്തെ ലൈവിലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യാതെ ഇന്നത്തെ ലൈവും നാളത്തെ ലൈവും നിങ്ങൾ കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു ചേഞ്ചസ് എന്തൊക്കെയാണ് ഇതിൽ രണ്ടിലും നടക്കുന്ന ചേഞ്ചസ് എന്ന് നമ്മളോട് ചോദിക്കും. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മൾ പെർസെൻറ്റേജ് ആണ്. അതായത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്കെ, നൈട്രജൻ, വാട്ടർ വേപ്പർ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ പെർസെൻറ്റേജുകൾ ഇൻഹെയിൽഡ് ആൻഡ് എക്സ്ഹെയിൽഡ് എയറിലുള്ളത്. ഓക്കെ, ആൻഡ് മൂന്നാമത്തത് ചോദിക്കാൻ പോകുന്നത് നമ്മളെ റെസ്പിറേറ്ററി ഓർഗൻസ്. ഓക്കെ, നമ്മൾ റെസ്പിറേറ്ററി ഓർഗൻസ് അഥവാ ശ്വസന അവയവങ്ങൾ. സോ അത് നമുക്കറിയാം. ഫസ്റ്റത്തെ ആളാരാ, നമ്മളുടെ മണ്ണിര അല്ലേ, എർത്ത് വേം അഥവാ മണ്ണിര പറയുകയാണെങ്കിൽ മണ്ണിര. നമുക്കറിയാം മോയിസ്റ്റ് സ്കിൻ, ഇതെപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്, മോയിസ്റ്റ് സ്കിൻ അഥവാ ഈർപ്പമുള്ള ത്വക്ക്. ഓക്കെ, ഈർപ്പമുള്ള ത്വക്ക്. അപ്പോൾ ഒന്ന് ഇങ്ങനെ തന്നിട്ട് നമ്മളോട് അടുത്തത് ചോദിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഫ്രോഗിൻ്റെത് അഥവാ തവളയുടേത് എന്ത് എന്ന് ചോദിക്കും. അപ്പോൾ നമുക്കറിയാം 2 എണ്ണം എന്താണ്, ലാൻഡ് അഥവാ കരയിലാണെങ്കിൽ ലങ്സ് ആണ്, ശ്വാസകോശമാണ്. ഓക്കെ, ഇനി വെള്ളം വാട്ടർ അഥവാ ജലത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്കിൻ അഥവാ ത്വക്കാണെന്ന് പറയാം. ഓക്കെ, റെഡി അല്ലേ?
യെസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഷുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ നമ്മളുടെ സേഫ് ഫുഡ്. ഓക്കെ, സേഫ് ഫുഡ് ചാപ്റ്റർ ആണ്. അപ്പോൾ ആ ഒരു സേഫ് ഫുഡ് ചാപ്റ്ററിൻ്റെ മുന്നേ നമുക്ക് ഒന്നും കൂടി ഉണ്ട്. ഏതാണ് നമ്മളുടെ ഹ്യൂമൻ ബോഡിയുടെ സർക്കുലേറ്ററി സിസ്റ്റം. സോ ആ ഒരു ഭാഗത്ത് നിന്ന് ഒന്നെങ്കിൽ നമ്മൾക്ക് ചോദിക്കാൻ പോകുന്നത് നമ്മളുടെ ഹാർട്ടിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഹൃദയത്തിനെ പറ്റിയിട്ടാണ്. അതായത് ഓരോ ഓർഗാൻസത്തിലും എന്തൊക്കെ ഹൃദയമാണുള്ളത്, നമ്മളുടെ ഹൃദയത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഓക്കെ, അത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ബ്ലഡിൻ്റെ ഭാഗത്ത് നിന്നായിരിക്കും നമുക്ക് ചോദ്യം വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, എന്നാലും എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മളുടെ മറ്റ് ഭാഗങ്ങൾക്കാണ്. ഇനി നമ്മൾ സേഫ് ഫുഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ ഷുവർ ക്വസ്റ്റ്യൻ സേഫ് ഫുഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എല്ലാ കൊല്ലവും ചോദിക്കുന്ന ഒന്നാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഓർത്ത് വെക്കുക, നമ്മളെ ലൂയി പാസ്ചറാണ് ഇത് കണ്ടുപിടിച്ചത്. എന്താ ചെയ്യുന്നത്, 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂടാക്കുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ അതിനെ 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കുകയാണ്. അപ്പം ഉണ്ടാവുന്ന ആ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് മൈക്രോ ഓർഗാനിസംസ് അഥവാ സൂക്ഷ്മജീവികളെ എഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് മൈക്രോ ഓർഗാനിസംസ് ഇല്ലാത്ത പാല് കിട്ടുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ സോൾട്ട് ആൻഡ് ഷുഗർ സൊല്യൂഷൻ. ഓക്കെ, സോൾട്ട് ആൻഡ് ഷുഗർ സൊല്യൂഷൻ ഉപ്പ് ലായനിയിലും പഞ്ചസാര ലായനിയിലും ഇട്ട് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതായത് നമ്മളിതാ ഇങ്ങനെ ഒരു മാങ്ങ കഷ്ണം നമ്മൾ ഇട്ട് വെച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ പുറത്തുള്ള ഉപ്പ് വെള്ളത്തിൽ സോൾട്ട് കൂടുതലും വെള്ളം കുറവുമാണ്. നേരെ മറിച്ച് ഉള്ളിൽ എന്താണ്, വെള്ളം കൂടുതലാണ്. അപ്പോൾ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് ഓസ്മോസിസ് എന്ന പ്രക്രിയയിലൂടെ വെള്ളം എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ ഇതിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇനി ഏതെങ്കിലും മൈക്രോ ഓർഗാനിസംസ് അഥവാ സൂക്ഷ്മജീവികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കോശങ്ങളിൽ നിന്നും വെള്ളം ആര് വലിച്ചെടുക്കും, നമ്മുടെ ഉപ്പ് വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ അവരും എന്തായിപ്പോവും, ചത്തുപോവും. റെഡി? സോ ഈ ഒരു പോർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മിസ് ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരേ കാര്യങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ട് മിസ് ഒരുപാട് കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് ഈ 3 ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ ഒരു വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വരുമെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും എൻ്റെ കുട്ടികൾ ഒരു ഓൾ ദി ബെസ്റ്റ് താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.